പറയുമ്പോൾ ഓർമ്മ വരികയാണ്, മഹാന്മാരെ പിടിച്ചാൽ വലിയ പവറാണ്. മഹാനായ ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദ്, അല്ലാഹുവേ അവരെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. മഹാനായ സുൽത്താനുൽ ഉലമയുടെയും അതുപോലെ റഈസുൽ ഉലമയുടെയും അവരുടെ ഒക്കെ ഉസ്താദാണ് മഹാനായ ശൈഖുനാ ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ്. ഈ മാസം മഹാനുഭാവന്റെ ആണ്ടുകൂടെ നടക്കുന്ന മാസമാണ്. അല്ലാഹുവേ നീ ആ മഹാനുഭാവന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. കോഴിക്കോട് ജില്ലയിലുള്ള അഹ്സനിമാരാകുന്ന ആളുകൾ അവരെല്ലാവരും കൂടെ സംഘടിച്ച് ഈ വർഷവും ഇൻഷാ അല്ലാഹ് ഡിസംബർ 8-ന് മർക്കസിൽ വെച്ച് മഹാനായ ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് മഹാനവറുകളുടെ അനുസ്മരണ പരിപാടി നടത്തുകയാണ്. നിങ്ങളൊക്കെ അതിന്റെ പരിസരത്തുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് 2 മണി മുതൽ 5 മണി വരെ അവിടെ പരിപാടി നടക്കും. കഴിയുന്ന ആളുകളൊക്കെ അതിന് സംഗമിക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങളോടൊക്കെ ഉണർത്തുകയാണ്. അല്ലാഹു ആ മഹാനുഭാവന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ പൊരുത്തം കിട്ടുന്നവരെ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ ശൈഖുനാ ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാതീദ് അവിടുന്ന് ആറ്റുനോറ്റ് വളർത്തിയ സ്ഥാപനമാണ് ഇഹ്യാഉസ് സുന്ന ഒതുക്കുങ്ങലുള്ള. ഇന്ന് റഈസുൽ ഉലമ, ഇന്നും അന്നും ഒക്കെ റഈസുൽ ഉലമയാണ് അതിന്റെ തലപ്പത്ത് ബഹുമാന്യരായ ഉസ്താദ് ഏൽപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണമായിട്ട് ആ ഒതുക്കുങ്ങൽ ഇഹ്യാഉസ് സുന്ന അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥ വന്നു. ചില രാഷ്ട്രീയക്കാരതിനെ പൂട്ടിച്ചൊരു ഘട്ടമുണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ കാര്യം നീ ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ പറയുമ്പോ ഇലക്ഷൻ മുന്നിൽ വെച്ച് പറയണോ എന്ന് ചിലക്ക് തോന്നിപ്പോകും. ഞാൻ അതല്ല പറയുന്നത്. എന്റെ വിഷയം ഇലക്ഷനും ഒന്നുമല്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ആരെ കൂടെ നിന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് മഹാന്മാരെ പിടിച്ചാൽ അവരുടെ ഒരു സഹായം ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. അന്ന് ഒതുക്കുങ്ങൽ ഇഹ്യാഉസ് സുന്ന അത് പൂട്ടേണ്ട സാഹചര്യം വന്നു. അവിടെയുള്ള മുതഅല്ലിമീങ്ങളെ മുഴുവനും ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ദർസ് നടത്തുകയാണ്. വല്ലാത്ത പ്രയാസകരമായ അവസ്ഥ. കോളേജ് പൂട്ടി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ രാഷ്ട്രീയക്കാരായ ആളുകള് ഉസ്താദുൽ അസാതീദിന്റെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് വലിയ തെറിയഭിഷേകങ്ങളൊക്കെ നടത്തി. ഇതിങ്ങനെ കേട്ടപ്പോ മഹാനായ ഓക്കെ ഉസ്താദ് ചോദിക്കാണല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനൊക്കെ പറയാനാവോ? കാരണം അവരൊന്നും അങ്ങനെ ഒരു വാക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു മുഅ്മിനിന്റെ നാവെന്ന് ഇങ്ങനൊക്കെ പറയാൻ കഴിയോ? മഹാനായ ഓക്കെ ഉസ്താദ് ചോദിച്ചു പോകാൻ. എന്റെ വിഷയം അതല്ല. അന്ന് ആ കോളേജ് തുറക്കാൻ വേണ്ടിയിട്ട് മഹാനായ ശൈഖുനാക്ക് വല്ലാതെ സഹായം ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളും ഒരു രാഷ്ട്രീയക്കാരനാണ്. കാര്യമായിട്ട് മതപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യങ്ങളൊന്നും അക്കാലത്ത് കാണിക്കാത്ത ഒരു മനുഷ്യൻ. പക്ഷേ ഉസ്താദുൽ അസാതീദ് ഓക്കെ ഉസ്താദിനോട് വലിയ ബഹുമാനാണ്, ആദരവാണ്. ഇഹ്യാഉസ് സുന്നയോട് വലിയ സ്നേഹാണ്. അതുകൊണ്ട് ഈ കോളേജ് തുറപ്പിക്കണം, അതിന്റെ വേണ്ടി വല്ലാതെ അധ്വാനിച്ചു നടന്നു. ആ മനുഷ്യൻ വഫാത്താകുന്ന മരണപ്പെടുന്ന സമയത്ത് എനിക്കോർമ്മയുണ്ട്, മഹാനായ റഈസുൽ ഉലമയുടെ മകൻ കൂടെയായ ഞങ്ങളുടെ ബഹുവന്യരായ ഉസ്താദ് അബ്ദുൽ അഹ്സനി ഉസ്താദ് നമ്മുടെ കേന്ദ്ര മുശാവറയുടെ സ്ഥിരക്ഷണിതാവ് കൂടെയാണ്. ആ ഉസ്താദ് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. മരണസമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ ആ മനുഷ്യൻ ഇങ്ങനെ പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിങ്ങനെ പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന ആരോ പറഞ്ഞോലൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലിയാ മതിയല്ലോ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു പോലും, ഞാനിത് ഫുള്ളായിട്ടൊന്നും അങ്ങോട്ട് പറഞ്ഞ് മരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പൂർണ്ണമായ ഷഹാദത്ത് ചൊല്ലിയ മനുഷ്യൻ ലോകത്തോട് വിട പറയുന്ന രംഗം അന്നുള്ള ആളുകളെ കണ്ടു എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച്, മഹാന്മാരെ കൂടെ കൂടിയാൽ നമ്മളെ ഖൽബ് നന്നായി കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.